പറയാം. ആ നിസ്കാരം ബാത്തിലാണ്, ഒരിക്കലും നിസ്കാരം സ്വഹിയല്ല. ആ നിസ്കാരം ബാത്തിലാണ്. ഇനി നമ്മൾ നിസ്കരിക്കുമ്പോൾ ആലോചിച്ചാൽ നമ്മൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞതിൻ്റെ ശേഷമാണോ റുക്കൂക്ക് പോയത്, അല്ല റുക്കോയിൽ നിന്ന് നേരെ വന്നു കഴിഞ്ഞ് നിന്നതിൻ്റെ ശേഷമാണോ സമി അല്ലാഹു ലിമൻ ഹമീദ എന്ന് പറയല്, സുജൂദിൽ കിടന്നക്കാണ്ടാണോ അല്ലാഹു അക്ബർ എന്ന് പറയുന്നത് നോക്കും. നമ്മൾ അത് അങ്ങനെ തന്നെ പഠിക്കേണ്ട വിഷയമാണ്. എന്തതിനുള്ള കാരണം? എന്താണ് അതിനുള്ള കാരണം എന്നാണ്. അവിടെയാണ് ഈ പറഞ്ഞ വാജിബാത്തിൻ്റെയും ഈ പറഞ്ഞ സുനനുകളുടെയൊക്കെ ചർച്ച വരിക. നിസ്കാരത്തിലുള്ളതാണെങ്കിൽ പോലും നിസ്കാരത്തിലുള്ള ഒരു റുക്കിന് നമ്മുടെ വക കൂട്ടിയാൽ എന്താ ഉണ്ടാകുക? ഒരാൾ ഫാത്തിഹ 2 ഓതി ഒരു റക്അത്തിൽ, നിസ്കാരം ബാത്തിലാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചു തന്നിട്ടില്ല. ഇനി ഒരാൾക്ക് ഫാത്തിഹ മാത്രമേ അറിയുള്ളൂ, അയാളെ സംബന്ധിച്ചിടത്തോളം മൗനിയായി നിൽക്കുന്നതിന് പകരം എന്താക്കി, അയാൾ വീണ്ടും ഒരു സൂറത്ത് ഓതുക എന്നുള്ള ആൾക്ക് ഫാത്തിഹ ഓതി. അതല്ല ഇവിടുത്തെ ചർച്ച. അത് വേറെ തന്നെ മസ്അലയാണ്. സൂറത്ത് ഓതേണ്ട സമയത്തും അയാൾ എന്തെന്നെ ആക്കേണ്ടത്? ഫാത്തിഹ ഓതിക്കൊണ്ടിരിക്കണം. ഒരു റുക്കിനെ അയാൾ വീണ്ടും ആവർത്തിച്ച് ഓതുന്നു. ഇനി അതിനെക്കാട്ടി എളുപ്പമുള്ളൊരു മസ്അല പറയാം. റുക്കൂഇൽ പോയിട്ട് ഒരാൾ ഫാത്തിഹ ഓതാണ്. റുക്കൂയിൽ എന്താണ് അല്ലാഹു അക്ബർ റുക്കൂയിൽ പോയിട്ട് അയാൾ പറയുന്നു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ എന്ന് പറഞ്ഞാൽ ഫാത്തിഹ ഓതാണ്. നിസ്കാരം ശരിയാവുമോ? എന്താ ശരിയാകാത്തത്? അതിനുള്ള കാരണം എന്താ? റുക്കൂയിൽ ചെന്നിട്ട് ഫാത്തിഹ ഓതുക എന്നുള്ളത് എന്തല്ല, നബിയുടെ സുന്നത്തിൽ പെട്ടതല്ല എന്ന് മാത്രമല്ല, നിസ്കാരത്തിലെ ഒരു റുക്കിനെ മറ്റൊരു റുക്കിൻ്റെ ഉള്ളിലേക്ക് എന്താക്കാണ് കൊണ്ടുപോവാണ്. ഒരു റുക്കിനെ മറ്റൊരു റുക്കിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോവാണ്. സുജൂദിൽ കിടന്ന് ഫാത്തിഹ ഓതാൻ പറ്റുമോ? പറ്റൂല. എന്തേ കാരണം? സുജൂദിൻ്റെ ഉള്ളിൽ ഫാത്തിഹ ഓതാൻ പാടില്ല എന്നുള്ളത് എല്ലാവരും ഇത്തിഫാക്കുള്ള വിഷയമാണ്. എന്നാ പിന്നെ എന്തേ സുജൂദിൽ എങ്ങനെ അല്ലാഹു അക്ബർ എന്ന് പറയാ? അപ്പോൾ ആ അല്ലാഹു അക്ബർ എന്നുള്ളത് എവിടെ പറയേണ്ടതാ? സമി അല്ലാഹു ലിമൻ ഹമീദ എന്നുള്ളത് എവിടെ പറയേണ്ടത്? 2 റുക്കുനുകൾക്കിടയിൽ പറയാനാണ് എന്താക്കിയിട്ടുള്ളത്, പഠിപ്പിച്ചിട്ടുള്ളത്. സുജൂദിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ സുജൂദിൽ പറയാനുള്ളത് സുബ്ഹാൻ റബ്ബിയൽ അഅല എന്നാണ്, അല്ലെങ്കിൽ സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക, അല്ലെങ്കിൽ സുബ്ബുഹുൻ ഖുദ്ദൂസുൻ റബ്ബിൽ മലായികത്തി വറൂഹ് അല്ലാഹുമ്മ ലക സുജദ്തു വലക റകഅതു എന്നൊക്കെ പറഞ്ഞ രൂപത്തിലുള്ള ദിക്റുകളാണ് അവിടെ ചെല്ലാനുള്ളത്. സുജൂദ് കിടന്നാണ് എങ്ങനെ അല്ലാഹു അക്ബർ എന്ന് പറയാം? റുക്കൂയിൽ നിന്നാണ്ട് എങ്ങനെ അല്ലാഹു അക്ബർ എന്ന് പറയാം? കാരണം റുക്കൂയിൽ സുബ്ഹാൻ റബ്ബിയൽ അളീം, അതല്ലെങ്കിൽ സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക്, അല്ലെങ്കിൽ മറ്റുള്ള ദിക്റുകൾ ചെല്ലാൻ വേണ്ടി പഠിപ്പിച്ച സ്ഥലമാണ്. എഴുത്തിദാലി വന്ന റബ്ബന വലക്കൽ ഹംദ് എന്നോ റബ്ബന ലക്കൽ ഹംദ് എന്നോ അങ്ങനെയൊക്കെ 4 രൂപത്തിൽ വന്ന ദിക്റുകളുണ്ട്. ആ ദിക്റുകളല്ലാതെ മറ്റു ദിക്റുകൾ എങ്ങനെ എഴുത്തിദാലിൽ ചൊല്ലുക? അതും നിസ്കാരത്തിൻ്റെ റുക്കുനുകളായി അതല്ലെങ്കിൽ വാജിബാത്തുകളായി എണ്ണപ്പെട്ട വാജിബാത്തുകളായിട്ടാണ് എന്നിട്ടുള്ളത് അല്ലാഹു അക്ബർ സമി അല്ലാഹു ലിമൻ ഹമീദ എന്നുള്ള, അഥവാ തക്ബീറത്തുൽ ഇഹ്റാം അല്ലാത്ത ഓരോ വരവിലും പോക്കിലുമുള്ള തക്ബീറുകൾ മൊത്തം നിസ്കാരത്തിൻ്റെ വാജിബാത്തുകളുടെ കൂട്ടത്തിലാണ് എണ്ണിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറയുന്നത് ഒരാൾ റുക്കൂക്ക് പോകേണ്ടതിന് മുമ്പ് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാലും നിസ്കാരം ബാത്തിലാണ്, പോയി കഴിഞ്ഞതിൻ്റെ ശേഷം അല്ലാഹു അക്ബർ പറഞ്ഞാലും ബാത്തിലാണ്. ഇതിൻ്റെ 2ൻ്റെ ഇടയിലാണ് എന്താക്കേണ്ടത്, ഈ സംഭവം നടക്കേണ്ടത്. ഇതാണ് ഒരു ഫക്കീഹിൻ്റെ പണി. അത് മഅ്മൂമ് മുൻകടക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് എന്താക്കേണ്ടത് ഇത് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നിസ്കാരം തന്നെ ബാത്തിലാകാണ്. പിന്നെ അപ്പോൾ ആ മഅ്മൂമ് നിസ്കരിച്ചിട്ടുള്ള കാര്യമുണ്ട്. ഹംബലി മദ്ഹബ് പ്രകാരമാണ് ഇമാമിൻ്റെ നിസ്കാരം ബാത്തിലായി കഴിഞ്ഞാൽ മഅ്മൂമിങ്ങളുടെ മൊത്തം ബാത്തിലായി എന്നാണ്. അതേ സമയത്ത് ഷാഫി മദ്ഹബ് പ്രകാരം ഇമാമിൻ്റെ ബാത്തിലായി ഇമാമിൻ്റെ ബാത്തിലേ ഉള്ളൂ, മഅ്മൂമിങ്ങളത് ബാധകാവൂല എന്നുള്ളതാണ്. പക്ഷേ ഇമാമിൻ്റെത് ബാത്തിലായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അടുത്താളെന്താക്കണം, കയറി നിൽക്കണം മുമ്പ്. അടക്കം വേറെ മസ്അലകളും ചർച്ചകളും ഇതിൻ്റെ ഭാഗമായിട്ട് വേറെ വരാനുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിക കർമ്മശാസ്ത്രം മാന്യമായ രൂപത്തിൽ പഠിച്ചൊരു വ്യക്തിക്ക് മര്യാദക്ക് നിസ്കരിക്കാൻ പോലും എന്താ ഉള്ളൂ
കഴിയുള്ളൂ എന്നർത്ഥം. ഏറ്റവും ചുരുങ്ങിയത് നിസ്കാരത്തിൻ്റെ കർമ്മശാസ്ത്രമെങ്കിലും ഉണ്ടാക്കണം, പഠിച്ചവരാകണം നമ്മളൊക്കെ. അല്ലാന്നുണ്ടെങ്കിൽ എന്താണ് നേരത്തെ പറഞ്ഞ വലവ്വാലില്ല ഉണ്ടാകുന്നുണ്ട്. കാലങ്ങളായിട്ട് നിസ്കരിക്കുന്നുണ്ട്, പക്ഷെ ആ നിസ്കാരം എങ്ങനെ നിസ്കരിക്കേണ്ടതെന്നുള്ള എന്താ മാത്രം പഠിച്ചിട്ടില്ല. അതെന്താണ്? അത് ഇന്ന വജദിന ആബഅന, ഞങ്ങളുടെ വാൽപ്പ വല്യപ്പന്മാർ അങ്ങനെ നിസ്കരിക്കേണ്ടതാണ് കണ്ടത്, അതുകൊണ്ട് ഞങ്ങൾ എന്താക്കുന്നു. സാധാരണഗതിയിൽ നമ്മൾ സമസ്തക്കാരെ വിഷയത്തിൽ പറയാറുണ്ട്, എന്തൊക്കെ അപ്പുറങ്ങ പോയി പൂജിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന വജദിന ആബഅന, ഞങ്ങൾ അങ്ങനെ വല്യപ്പാർ ചെയ്യേണ്ടത് കണ്ടങ്ങാണ്ട് ചെയ്യണം. അത് നിസ്കാരത്തിൻ്റെ വിഷയത്തിലും ബാധകമാണ്.